മാരുതി സുസുക്കി വാഗണാർ 2019 വണ്ടി 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് പെഡൽ ടൈറ്റായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അയച്ച് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ലിവർ ക്ലച്ച് കേബിൾ കണക്ട് ചെയ്യുന്ന ഈ ലിവർ ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ അയച്ച് മൊത്തം ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റ് കൊണ്ടാണ് ക്ലച്ച് പെഡൽ നല്ല ടൈറ്റ് വന്നത്. കസ്റ്റമർ ഓൾറെഡി ക്ലച്ച് കേബിളൊക്കെ മാറ്റി നോക്കിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് കംപ്ലയിൻറ്റ് റെഡി ആയില്ല. അതോടൊപ്പം ഗിയർ ബോക്സ് അയച്ച സമയത്ത് ക്ലച്ച് ഡിസ്ക് ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് ഡിസ്ക് ഫുള്ള് തീർന്ന് അതിൻ്റെ ഗ്രിപ്പൊക്കെ പോയി കേട്ടോ, ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അതുപോലെ ഫ്ലൈ വീലിൻ്റെ ബെയറിങ്ങും ചെറിയ ടൈറ്റ് ഉണ്ട്. ഓക്കെ, റിലീസ് ബെയറിങ്ങും സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഫ്രീ ആയി പോയി. കുറച്ച് പ്ലേറ്റ് ഇതാ. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഈ 4 സിലിണ്ടർ വാഗണാറിൽ വരുന്നത് പറഞ്ഞാൽ ന്യൂ സ്വിഫ്റ്റിൻ്റെ മോഡൽ ക്ലച്ചാണ് വരുന്നത്. ന്യൂ സ്വിഫ്റ്റിൻ്റെ സെയിം സാധനമാണ് വരുന്നത്, 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട്. അപ്പോൾ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും റിലീസ് ബെയറിങ് അതുപോലെ ഫ്ലൈ വീൽ ബെയറിങ് അപ്പോൾ മൊത്തം സെറ്റായിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടിക്ക് ക്ലച്ചൊക്കെ മാറ്റുന്ന സമയത്ത് ഈ സെറ്റ് മൊത്തമായിട്ട് മാറണം. ഫ്ലൈ വീൽ ബെയറിങ്ങും റിലീസ് ബെയറിങ്ങും എന്തായാലും നിർബന്ധമായിട്ട് മാറണം ക്ലച്ച് മാറുന്നതിനോടൊപ്പം. ഓക്കെ, സുസുക്കിയുടെ തന്നെ ഒറിജിനൽ ക്ലച്ചാണ് ഇതിൻ്റെ XD എന്നുള്ള കമ്പനിയുടെ സപ്ലൈ ചെയ്യുന്നത്. 4 സിലിണ്ടർ വണ്ടിക്ക് 4 സിലിണ്ടർ വാഗണാറിന് വരുന്നത് ന്യൂ സ്വിഫ്റ്റിൻ്റെ പുതിയ സ്വിഫ്റ്റിൻ്റെ മോഡൽ ക്ലച്ചാണ് വരിക. 3 സിലിണ്ടറിൻ്റെ വ്യത്യാസമുണ്ട്. 3 സിലിണ്ടറിൻ്റെ K സീരീസ് വാഗണാറിൻ്റെ ഒക്കെയാണ് സൂട്ടാവുക. ഇത് സ്വിഫ്റ്റിൻ്റെ ആണ് വരിക 4 സിലിണ്ടർ ആയതുകൊണ്ട്. ഓക്കെ, വേറെ ലീക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ക്രാങ്ക് ഓയിൽസിലെ ലീക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി